നമ്മൾ പാരന്റ്സ് പല രീതിയിലാണ് നമ്മുടെ പവറിനെ യൂസ് ചെയ്യാറുള്ളത്. 3 തരത്തിലുള്ള പവേഴ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാരന്റിങ്ങിലുണ്ട്. അതായത് 3 തരത്തിലാണ് പാരന്റ്സ് ഈ പവറിനെ യൂസ് ചെയ്യുന്നത്. നമുക്കത് നോക്കാം. ഫസ്റ്റത്തെ വൺ എന്ന് പറയുന്നത് പവർ ഓവർ പാരന്റിങ് ആണ്. അതായത് പവർ ഓവർ പാരന്റിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോന്നോ ഒരു കാര്യം ഓവർ ആണെന്ന്. ഈ പാരന്റിങ് സ്റ്റൈല് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ഒരു അതോറിറ്റേറിയൻ ടൈപ്പ് പാരന്റ്സ് ആയിരിക്കും. അവർ കുട്ടികൾ എങ്ങനെയെങ്കിലും ഗുഡ് ആവാൻ വേണ്ടി, അതായത് അവരെപ്പോഴും ആ ഒരു ഗുഡ് കിഡ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ അവർക്ക് കുട്ടികൾക്ക് വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും കമ്പയർ ചെയ്യും. അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അതായത് ഒത്തിരി ടൈം എടുക്കുന്നുണ്ടാവും, അവർ ഒത്തിരി ഓവർ പാരന്റിങ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് എക്സ്പെക്ടേഷൻസും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടാവും. നന്നായിട്ട് ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ അവരെ എപ്പോഴും ഇങ്ങനെ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കും, അവരെ പണിഷ്മെന്റ് കൊടുത്തോണ്ടിരിക്കും, അവർക്ക് കോൺസിക്വൻസസ് കൊടുത്തോണ്ടിരിക്കും. അവർക്ക് ഒരു എന്താ പറയാ ഒരു തോൽവി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പവർ അണ്ടർ കാറ്റഗറിയാണ്. ഈ പവർ അണ്ടർ കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അവർക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും, കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവർ കുട്ടികളെ എപ്പോഴും ഒന്ന് ഇഗ്നോർ ചെയ്യുക, അവരിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ അവരുടെ അടുത്ത് ഇമോഷണലി അവൈലബിൾ ആയിരിക്കില്ല. പാരന്റ്സിനോട് പോലും ഇമോഷണലി കമ്മിറ്റഡ് ആയിരിക്കത്തില്ല. അവർ ഫിസിക്കലി അവൈലബിൾ ആയിരിക്കില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുട്ടികളെ പാരന്റിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബേർഡൻ ആണ്. അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ പല സിറ്റുവേഷൻസും ഒരു മാക്സിമം അവോയ്ഡ് ചെയ്ത് കളയാനാണ് നോക്കുന്നത്. തീർന്നില്ല, ഒരു കാറ്റഗറി കൂടെ ഉണ്ട്. അതാണ് പവർ വിത്ത് കാറ്റഗറി എന്ന് പറയുന്നത്. ഈ പവർ വിത്ത് പാരന്റിങ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ടും കുട്ടികളുമായിട്ട് ഭയങ്കര അടുത്ത് നിൽക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും. അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. കാരണം കുട്ടികളുമായിട്ട് എപ്പോഴും ഷോപ്പ് ചെയ്യുക, അവരെ ലിസൺ ചെയ്യുക, അവരുടെ ബൗണ്ടറീസ് വളരെ ഹെൽത്തി ആയിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടികൾ നമ്മളുമായിട്ട് വല്ലാതെ കണക്റ്റഡ് ആയിരിക്കും. ഈ കണക്റ്റഡ് പാരന്റിങ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോഴേക്കും എന്താണ് നല്ല റിസൾട്ട്സ് ആയിരിക്കും അതിന് നമുക്ക് കുട്ടികളിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നത്. എല്ലാ ദിവസവും ടാൻട്രംസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മെൽഡൗൺസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ പവർ വിത്ത് പാരന്റിങ്ങിൽ പാരന്റ്സിന് ഉണ്ടാകുന്ന ഒരു കഴിവെന്ന് പറയുന്നത് അവർ ബ്ലെയിം ചെയ്യാനോ, അവർ ഷെയിം ചെയ്യാനോ, അല്ലെങ്കിൽ കുട്ടികളെ കമ്പയർ ചെയ്യാനോ ഒന്നും പോവില്ല. അവർ കൂടുതലും അവരുടെ ലിമിറ്റേഷൻസിനെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവർ ഭയങ്കര എമ്പത്തറ്റിക് ആയിട്ടായിരിക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവർ കൂടുതൽ സമയം കുട്ടികളുമായിട്ട് ചിലവാക്കാൻ നോക്കും, അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കും, അതുപോലെ തന്നെ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. ഈ പവർ എന്ന് പറയുന്നത് ഷെയർ ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് മാത്രമല്ല പവർ ഉള്ളത്, കുട്ടിക്കും ഉണ്ട് അതുപോലെ തന്നെ പവർ. അവനൊരു വോയിസ് ഉണ്ട്, അവർക്കും ഒരു ഒപ്പീനിയൻസ് ഉണ്ട്, അവരുടെ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഓരോ ഡിസിഷൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ എടുക്കുന്നത്. പവർ വിത്ത് പാരന്റിങ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ചില സമയങ്ങളിലെല്ലാം പവർ അണ്ടറിലും പവർ ഓവറിലും ഒക്കെ നമ്മൾ പോവാറുണ്ട്. അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് അല്ല. നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ് ചെയ്യാനും പറ്റില്ല. പക്ഷേ എന്നാലും നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പവർ വിത്ത് പാരന്റിങ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തത്.